സർവശക്തനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം അതിയായി മഹത്വപ്പെടുമാറാകട്ടെ. കർത്താവിൽ പ്രിയ ദൈവമക്കളെ, നിങ്ങൾക്കേവർക്കും ജീസസ് വോയിസ് മെസ്സേജ് എന്ന പ്രഭാത ദൈവവചന ധ്യാന ശുശ്രൂഷയിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അല്പസമയ ധ്യാനത്തിന് ഒരു തിരുവചനം വായിക്കുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം അധ്യായം 4 വാക്യം 40. പിന്നെ യേശു അവരോട്, നിങ്ങളിങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന് പറഞ്ഞു. കർത്താവിൽ പ്രിയരെ, നാം വായിച്ചു കേട്ട വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 4-ാം അധ്യായം 40-ാം വാക്യത്തിൽ 2 ചോദ്യങ്ങളാണ് നാം കാണുന്നത്. ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ഇങ്ങനെ ഭീരുക്കളാകുവാൻ എന്ത്? അഥവാ നിങ്ങൾ അനാവശ്യമായി ഭയപ്പെടുന്നത് എന്ത് എന്നുള്ളതാണ്. രണ്ടാമത്തെ ചോദ്യം, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്നുള്ളതാണ്. ഈ രണ്ടാമത്തെ ചോദ്യമാണ് ഇന്ന് നാം ധ്യാന വിഷയമായി സ്വീകരിക്കുന്നത്. വിശ്വാസത്തിൻ്റെ മർമ്മം. ഇത് ഈ അന്ത്യകാലത്ത് ഈ ഭൂമിയിൽ ജീവിക്കുന്ന നമ്മുടെ മുന്നിൽ ഒരു വെല്ലുവിളി ഉയർത്തുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ? ഇത് 2000 വർഷങ്ങൾക്ക് മുമ്പ് ക്രിസ്തുനാഥൻ ശിഷ്യന്മാരോടായി ചോദിച്ച ചോദ്യമാണ്. അവർ സമുദ്രത്തിൽ മുങ്ങിത്താഴാൻ പോവുകയാണ്. പടകിൽ വെള്ളം കയറുന്നു, തിരകൾ ആഞ്ഞടിക്കുന്നു, പടക് മുങ്ങുന്നു. ആ സമയം ആ പടകിലായിരുന്ന ശിഷ്യന്മാരുടെ നിലവിളി കേട്ട് ഉണർന്നെഴുന്നേറ്റ യേശുനാഥൻ കാറ്റിനെയും കടലിനെയും ശാസിച്ചമർത്തിയിട്ട് ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന്. വിശ്വാസം ത്യജിക്കുന്ന ഒരു സമൂഹമധ്യയാണ് ഈ അന്ത്യകാലത്ത് നാം എല്ലാവരും ജീവിക്കുന്നത്. പല മനുഷ്യരും വിശ്വാസം ഉപേക്ഷിക്കുകയാണ്. എന്നാൽ വിശ്വസിക്കുന്നവരോടായി ദൈവം ഇന്നും ചോദിക്കുന്നു, നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന്. ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. നമ്മുടെ വിശ്വാസം വർദ്ധിച്ചില്ല എങ്കിൽ, അതെ, നമ്മുടെ വിശ്വാസം അനുനിമിഷം വർദ്ധിച്ചില്ല എങ്കിൽ ഈ ചോദ്യം, അഥവാ യേശു ശിഷ്യന്മാരോടായി ചോദിച്ച ചോദ്യം നമ്മോടും കൂടിയാണ് ചോദിക്കുന്നത്. വിശ്വാസം വർദ്ധിച്ചു വരേണ്ട ഒന്നാണ്. ക്രിസ്തുവിലുള്ള വിശ്വാസത്തിൽ നാം വിശ്വസ്തത കാത്തു സൂക്ഷിക്കണം. വിശ്വാസത്തിൽ ഇടറിപ്പോകാനായിട്ട് പാടില്ല. വിശ്വാസം അഭിനയിക്കുവാനും പാടില്ല. വിശ്വാസം ദൈവത്തിലുള്ള ആ മൂല്യബോധം വർദ്ധിപ്പിക്കുന്നു. മുന്നോട്ടുള്ള ജീവിത പ്രയാണത്തിന് ദൈവം എന്നെ സഹായിക്കും, ദൈവം എന്നെ ശക്തീകരിക്കും, ദൈവം എന്നെ ബലപ്പെടുത്തും, ദൈവം എന്നോടുകൂടെ ഉണ്ട്, ഞാൻ ഇടറിപ്പോകയില്ല, ഞാൻ നശിച്ചു പോകുകയില്ല, എൻ്റെ എല്ലാ പ്രശ്നങ്ങളെയും അറിയുന്ന ദൈവം പരിഹാരവും നൽകുവാൻ ശക്തനാണ്. അടിസ്ഥാനപരമായ നമ്മുടെ ക്രിസ്തീയ വിശ്വാസത്തിന് ഈ മേൽ പറയപ്പെട്ട വാക്കുകൾ അനിവാര്യമാണ്. നമ്മുടെ വിശ്വാസത്തിന് ക്ഷതമേൽക്കാതെ നാം സൂക്ഷിക്കണം. വിശ്വാസം ബലപ്പെടുന്നത് പ്രാർത്ഥനയിലൂടെയാണ്.
ഒപ്പം ദൈവാശ്രയത്തിലും. ഇങ്ങനെ നാം നമ്മുടെ വിശ്വാസത്തെ പരിപോഷിപ്പിച്ചാൽ നിങ്ങൾക്ക് ഇപ്പോഴും വിശ്വാസമില്ലയോ എന്ന ആ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുവാനായിട്ട് സാധിക്കും. ഈ വചനങ്ങളാൽ സർവശക്തനായ ദൈവം നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. കരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കരിരുൾ മൂടും വേളകളിൽ കർത്താവിൻ പാദം ചേർന്നിടും ഞാൻ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. കാരീരും ബാണിയിൻ പാടുള്ള പാണിയാൽ കരുണ നിറഞ്ഞവൻ കാക്കുമെന്നേ, കാക്കുമെന്നേ. ആശ്രയം യേശുവിലെന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ. ആശ്വാസമെന്നിൽ താൻ തന്നതിനാൽ ഭാഗ്യവാൻ ഞാൻ, ഭാഗ്യവാൻ ഞാൻ.